ദേവലക്ഷ്മി ഭാഗം 9. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ ഫൈനൽ എക്സാം എഴുതാനും ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുമുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞു. ഈയിടെയായി തനിക്ക് നല്ല ക്ഷീണവും ചെറിയ രീതിയിൽ വോമിറ്റിംഗ് ടെൻഡൻസിയുമൊക്കെ വരുന്നതായി അവൾ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവൾ ഓർത്തത്, എനിക്ക് എല്ലാ മാസവും വരാറുള്ള ആ ചുവപ്പ് ദിനങ്ങൾ ഇതുവരെ വന്നില്ലല്ലോ എന്ന്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അന്ന് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇവർക്കറിയില്ല. അതുകൊണ്ട് ആരും അറിയാതെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയേ മതിയാവൂ. എന്തു ചെയ്യും എന്ന് കരുതി ഇരുന്നപ്പോഴാണ് അമ്മ പറയുന്നത്, ഇന്ന് നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന്. അത് തന്നെ പറ്റിയ അവസരം എന്ന് കരുതി ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ സമ്മതിച്ചു. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് ഒരു മാളിലായിരുന്നു. അവിടെ വെച്ച് നല്ല തലവേദനയാണെന്നും ഞാനൊരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് വരാമെന്നും അമ്മ അപ്പോഴേക്കും ഡ്രസ്സ് നോക്കി വെക്ക് എന്നും പറഞ്ഞ് ഞാൻ പ്രഗ്നൻസി കിറ്റ് വാങ്ങി. ആരും കാണാതെ എൻ്റെ ബാഗിൽ സൂക്ഷിച്ചു. ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് അമ്മയോട് പറഞ്ഞ് റൂമിൽ പോയി. ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ പോയി ടെസ്റ്റ് ചെയ്തു. കണ്ണടച്ച് തനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് റിസൾട്ട് നെഗറ്റീവ് ആവണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന് എന്നെ പരീക്ഷിച്ചിട്ട് മതിയായില്ല എന്ന് തോന്നുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ചുവന്ന 2 വരകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ വളരെ സൈലൻ്റായിരുന്നു. അത് അച്ഛനും അമ്മയും ശ്രദ്ധിച്ചിരുന്നു. എക്സാം അടുത്തതിൻ്റെ ടെൻഷൻ ആയിരിക്കും, അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൾ തന്നെ പറയട്ടെ എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ എനിക്ക് പേടിയായിരുന്നു. ചീത്തയായി പ്രഗ്നൻ്റാണ് എന്നൊക്കെ അറിഞ്ഞാൽ അവർ എന്നെ വെറുക്കുമോ എന്ന്. എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തനിക്കിപ്പോൾ 3 മാസമായി. സാധാരണയായി എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് വോമിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെന്നും അച്ഛന് സമയമില്ലാത്തതുകൊണ്ട് എന്നെയും കൂട്ടി കാറിൽ പോകാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും മരണത്തിനു ശേഷം അമ്പലത്തിൽ പോയിരുന്നില്ല. എന്നാൽ എനിക്കിപ്പോൾ ഒന്ന് പോകണമെന്ന് തോന്നി. എൻ്റെ വിഷമങ്ങളെല്ലാം ഒന്ന് ദൈവത്തിന് മുന്നിൽ ഇറക്കി വെക്കണം. ശേഷം തനിക്ക് ഇത്രയും സ്നേഹമുള്ള അച്ഛനെയും അമ്മയെയും തന്നതിന് നന്ദി പറയുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഭഗവാന്റെ മുന്നിൽ എൻ്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചു. തിരിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ തനിക്ക് വല്ലാതെ തല ചുറ്റുന്നത് പോലെ തോന്നി. എന്നാൽ ഞാൻ താഴെ വീഴുന്നതിന് മുമ്പ് അമ്മ എന്നെ താങ്ങിയിരുന്നു. ശേഷം തൊഴാൻ വന്ന സ്ത്രീകളുടെ സഹായത്തോടെ അമ്മ എന്നെ കാറിലിരുത്തി. ശേഷം അമ്മ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് വീട്ടിൽ പോകാം, BP ലോ ആയതാണെന്ന്. എന്നാൽ അമ്മ അതൊന്നും കേട്ടില്ല. അപ്പോഴേക്കും എനിക്കുറപ്പായി, ഞാൻ ഇതുവരെ മറച്ചുവെച്ച രഹസ്യങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വരുമെന്ന്. അവരെന്തു പറഞ്ഞാലും അത് താങ്ങാൻ ഞാൻ എൻ്റെ മനസ്സിനെ തയ്യാറാക്കി. എന്നാൽ സത്യങ്ങൾ അറിഞ്ഞ അവർ എന്നോട് ദേഷ്യപ്പെട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ അവരിലെ മൗനം എന്നെ കൊല്ലാതെ കൊന്നു. ഒടുവിൽ ഞാൻ അവരോട് തനിക്ക് സംഭവിച്ചതെല്ലാം പറഞ്ഞു. എന്നാൽ അത് കേട്ട അവർ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നും ചോദിച്ചു. ശേഷം കുഞ്ഞിനെ കളയാമെന്ന് വേദനയോടെയാണെങ്കിലും അച്ഛൻ തീരുമാനമെടുത്തു. അതിനായി അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരു ഗൈനക്കോളജി ഡോക്ടറെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് അറിഞ്ഞത് ട്വിൻസ് ആണെന്നും കുട്ടികൾക്ക് 4 മാസത്തിനടുത്ത് പ്രായമുണ്ടെന്നും. ഞാൻ വീക്കായതുകൊണ്ട് കുട്ടികളെ കളയൽ പോസിബിൾ അല്ല എന്നും നേരത്തെ അറിഞ്ഞിരുന്നാൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞു. പിന്നീട് അച്ഛൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീട് വാങ്ങി. പുതിയ ഹോസ്പിറ്റലും ഫ്രണ്ട്സുമൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു സംശയം തോന്നിയില്ല. ഡെലിവറിക്ക് ശേഷം 2 മന്ത് ലീവ് എടുത്തു. വീട് അടുത്തായതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു.
ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഡാഡിയും മമ്മിയും എന്നെ ഏൽപ്പിച്ച ആ ദൗത്യം ഏറ്റെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. അവൾ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നു ഫോൺ എടുത്തു നോക്കി. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. നീതു. ഇവൾ എൻ്റെ ബെസ്റ്റി. ഇവൾക്കറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല. അമ്മുവിൽ നിന്നും ചതി ഏറ്റുവാങ്ങിയതുകൊണ്ടാവാം ആരോടും അധികം അടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. എന്നാൽ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എങ്ങനെയാവണം എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നവൾ ഇപ്പോൾ എന്നെ പിരിയാൻ വയ്യ എന്നും പറഞ്ഞ് എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വരാൻ നിൽക്കുക. ഗൗരി അവളെക്കുറിച്ച് ഓർത്തിരുന്ന സമയത്ത് ഫോൺ കട്ടായി. വീണ്ടും കോൾ വന്നു. ഗൗരി ഫോൺ എടുത്തതേ ഓർമ്മയുള്ളൂ. ഡീ പോത്തെ, നീ എവിടെയായിരുന്നു? എന്താ എൻ്റെ ഫോൺ എടുക്കാനേ? എൻ്റെ കുട്ടൂസുകൾ എന്തേ? എപ്പോഴാ ഷോപ്പിങ്ങിന് പോന്നേ? നീതു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഇത് കേട്ട് ഗൗരി പറഞ്ഞു, ഡീ നീ ഒന്ന് നിർത്തി ചോദ്യര്. ഞാനൊന്ന് മയങ്ങിപ്പോയി, അതാ ഫോൺ എടുക്കാൻ താമസിച്ചേ. പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞ് അവൾ ഇടത്തേക്ക് നോക്കിയതും രണ്ടെണ്ണവും അവിടെയില്ല. ഡീ കുട്ടികൾ നേരത്തെ എണ്ണീച്ചെന്ന് തോന്നുന്നു, അപ്പുറത്ത് ബഹളം കേൾക്കാം. ഇത് കേട്ട് നീതു പറഞ്ഞു, നല്ല അമ്മ. കുട്ടികളെ ഉറക്കാൻ വന്നിട്ട് കുട്ടികൾ അമ്മയെ ഉറക്കിയിട്ട് പോയി അല്ലേ? പിന്നീട് ഗൗരി പറഞ്ഞു, ഷോപ്പിങ്ങിന് ഉച്ച കഴിഞ്ഞു പോകാം, നീ ഇങ്ങോട്ട് പോര്. ശരിയടാ, എന്നാൽ നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് നീതു ഫോൺ കട്ട് ചെയ്തു. ഗൗരി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 8 കഴിഞ്ഞു. ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോയി. ഇതേ സമയം ജിത്തു ജിമ്മും കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. അപ്പോൾ അവൻ ഫ്രഷ് ആയിട്ട് എവിടെയോ പോകാൻ ഒരുങ്ങുന്നതാണ് കണ്ടത്. അവനെ കണ്ട ജിത്തു കളിയാക്കി ഇങ്ങനെ പറഞ്ഞു, പുറം ലോകം അറിയണ്ട, ബിസിനസ് ലോകത്തെ ചെകുത്താൻ 2 ഡ്രിങ്ക്സ് അടിച്ചാൽ കണ്ണീർ നായികമാരെക്കാട്ടിലും കഷ്ടമാണെന്ന്. ഇത് കേട്ട് അവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. ഡാ, സീരിയസ് ആയിട്ട് ചോദിക്കുക, അവൾ വന്നാൽ എന്താണ് നിന്റെ പ്ലാൻ എന്ന് ജിത്തു ചോദിച്ചു. അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരു നിഴലായി അവളുടെ കൂടെ ഉണ്ടാകും എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ നിന്റെ ഉള്ളിലെ സ്നേഹം അവളോട് തുറന്നു പറയില്ല എന്നാണോ പറയുന്നത് എന്ന് ജിത്തു ചോദിച്ചു. ഇല്ലടാ, അതവൾ അറിയണ്ട, ഞാൻ അവൾക്ക് ചേരില്ല എന്നും അവൾ മറുപടി പറഞ്ഞു. പിന്നെ ജിത്തു എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, 9 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നീ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ. അവൻ തൻ്റെ വാ അടപ്പിക്കാൻ നോക്കുന്നതാണെന്ന് ജിത്തുവിന് മനസ്സിലായി. ശരിയടാ, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞു ജിത്തു ബാത്റൂമിലേക്ക് പോയി. തുടരും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തുടർന്നും കേൾക്കുക. ബൈ.